ഹായ് ഗായ്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇടിയായിരിക്കും കുറച്ച് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും രണ്ടു വട്ടമായിപ്പോയി അല്ലേ. കുഴപ്പമില്ല, തുടക്കം തന്നെ എന്തോ പോലെ ആയിട്ട് ഡാമേജ് അടിച്ചു. പക്ഷേ എനിക്ക് ഡാമേജ് അടിച്ചില്ലല്ലോ. ഗൈസ്, പിന്നെ ഇന്നലത്തെ പണി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫുൾ ഡയമണ്ട് ആർമറായിട്ടുണ്ട്. ഇതിന് ഞാൻ ഒരു ഡയമണ്ട് പോലും മൈൻഡ് ചെയ്തിട്ടില്ല. എല്ലാ വില്ലേജർമാരുടെയും ഒപ്പിച്ചാണ് ഞാൻ ഇവിടെ ഷുഗർ കെയിനൊക്കെ നട്ടു വെച്ചിട്ടുണ്ടായിരുന്നു. ഒന്നും വളർന്നില്ല. പിന്നെ നിങ്ങൾ കാണാൻ പറ്റും ഒരു ഡോങ്കി ഇവിടെ നിൽക്കുന്നത്. അത് നമ്മുടെ തന്നെ ഡോങ്കിയാണ് ഗൈസ്. നമ്മൾ ട്രെയിൻ ചെയ്തെടുത്ത ഡോങ്കിയാണ്. അവിടെ ഞാൻ ഒരു ഡോങ്കിയെ കണ്ടുകൊണ്ടെടുത്തത്. കാരണം ഈ ഹോട്ട്സ് എടുക്കാറുണ്ട്. കാരണം ഇതിനകത്ത് ചെസ്റ്റ് വെക്കാൻ പറ്റും ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇവനെ ഇങ്ങനെ എടുത്ത് റൈഡ്. ഇപ്പം ഞാൻ ഇവനെ ലീഷ് ചെയ്തിട്ടേക്കുവാണ്. എനിക്ക് പോവാൻ പറ്റും. ഇത് ഗൈസ്, ഞാൻ എന്തോ പറ്റി ഇതിനെന്തോ ഭ്രാന്ത് പിടിച്ച്. ഓക്കെ, ഇതിനെന്തോ ഭ്രാന്ത് പിടിച്ച് ഈ ട്യൂട്ടോറിയൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഇപ്പം ഞാൻ എന്തി കയറിപ്പോയാണ്. പക്ഷേ ഇപ്പോൾ പിന്നെ പുതിയ അപ്ഡേറ്റിൽ നമ്മുടെ നെതറൊക്കെ ഈ ഭയങ്കര സ്പീഡാണ് ലോഡാകുക. അതുകൊണ്ട് അങ്ങോട്ടൊന്ന് കയറിയാൽ മതി, പുറത്തിറങ്ങാൻ സമയം കിട്ടത്തില്ല. അതിനൊരു നല്ല കാര്യം തന്നെയാണ്. ഓക്കെ, നടന്ന് ഇപ്പം എങ്ങോട്ട് പോവുക? അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത്, ഇപ്പം എൻ്റെ ഇത് കാണാൻ പറ്റും, ഒരാക്സ് പോലും ഇല്ല ഗൈസ് നമ്മുടെ കയ്യിൽ. നമ്മളാണെങ്കിൽ കഴിഞ്ഞ വട്ടം എമറാൾഡൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ നമ്മുടെ പരിപാടി 2 വട്ടം പറഞ്ഞു. ഓക്കെ, ഇന്ന് നമ്മൾ ഇവിടെ കാണുന്ന ചെസ്റ്റിൽ നമ്മൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് കുറച്ച് സാധനങ്ങൾ എടുക്കാം. നമ്മുടെ ഇത് എമറാൾഡ് എടുക്കുക, അങ്ങോട്ട് പോവുക. നമ്മുടെ ഇപ്പോഴത്തെ തൽക്കാലത്തെ ഫുഡ് ഇതാണ്. പിന്നെ ഒരു ക്ലൗ ക്രഷർ നമ്മളവിടെ മൂവിയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന കാണാം. കൗവൊക്കെ കാണണം. നമ്മൾ നേരെ പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രേഡിംഗ് ഹാളിലേക്കാണ്. ട്രേഡിംഗ് ഹാളിൽ പോയിട്ട് വേണം എനിക്ക് അവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാൻ. നമുക്ക് പിന്നെ ഇവിടെ ബട്ടൺ വെക്കണം. ഇവിടെ ഇത് കണ്ടോ, ഇവിടെ മൊത്തം മറ്റേ ഇതായിരിക്കുന്നതെന്ന് മാറ്റണം. ഇവിടെ എന്തോ തീപ്പരി വന്നല്ലേ ഇപ്പോൾ. ഇതൊരു ലാഗായ. ഓക്കെ, അത് പോയി. ഇവൻ്റെ അടുത്ത് പോകുമ്പോൾ ഇവൻ്റെ നമ്മൾ ആർമർ വാങ്ങിയത് അല്ലേ? ഇവൻ്റെ നമ്മൾ ആർമറാണ് വാങ്ങി. ഇവൻ ടൂൾ സ്മിത്ത് ഗൈസ്. ഇതെന്തുവാ? ടൂൾ സ്മിത്ത്. ഇവനെന്തുവാ? വെപ്പൺ സ്മിത്ത് ഗൈസ്. ഓക്കെ, അയൺ ആക്സ് ആണ്. 32 3 എമറാൾഡ് ഗൈസ്. അത് കുഴപ്പമില്ല. ഏത് എൻചാൻമെൻറ്റ് കാണിക്കുന്നില്ലേ? ഓക്കെ, അയൺ സോഡ് ഷാർപ്പ്നസ് 3 വാങ്ങി. ഒരാക്സും കൂടെ അങ്ങോട്ട് ഇരുന്നോട്ട്. ഓക്കെ, അങ്ങനെ അത് സെറ്റായി. ബാക്കി എമറാൾഡ് നമുക്ക് ഇവിടുത്തെ ചെസ്റ്റിൽ കൊണ്ടുവച്ചേക്കാം. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എനിക്ക് ഒരു സപ്പോർട്ട് തന്നില്ല. എനിക്ക് എന്തുവാന്ന് അറിഞ്ഞില്ല ഗൈസ്. നമ്മളെ ഫയർഫ്ലൈ ഇതായി ഇവിടെ ഇരിപ്പുണ്ട്. എന്തുവാന്നറിയില്ല, നിങ്ങൾ എനിക്ക് സപ്പോർട്ടൊന്നും തരുന്നില്ല. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു നോയ്സൊക്കെ കേൾക്കാം, ബാക്ക് നോയ്സ്. അത് നിങ്ങൾ കാര്യമാക്കേണ്ട ചെറിയൊരു ഒരു പ്രശ്നമാണ് ബാക്ക് നോയ്സ് എന്ന് പറയുന്നത്. ഗൈസ്, നമുക്ക് കിട്ടി. നമ്മളിന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ബിൽഡാണ്. അതിനായിട്ട് റിസോഴ്സസൊക്കെ ഞാൻ അവിടെ ഒന്ന് കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നേരത്തെ കുറച്ച് വുഡ് ഇരിപ്പുണ്ടായിരുന്നു. വരുത്തിയിട്ട് ഇത് എന്നിട്ട് എനിക്ക് ബെല്ലൊക്കെ അവിടെ നിന്ന് എത്തിയതാണ്. ബാഗ് നോയ്സ്. അത് എൻ്റെ അനിയത്തി ഇവിടെ ഇരിപ്പുണ്ട്. എനിക്കൊരു അനിയത്തിയുണ്ട്. ആ സാധനം ഇവിടെ വന്നിരിക്കുന്നുണ്ട്.
അതുകൊണ്ട് ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട്സ് കാണും. എന്നാലും നമുക്ക് ഒരു ബിൽഡാണ്. ബിൽഡ് നമ്മൾ അവസാനം കാണിക്കാം. തന്നതാണ്, അതുപോലെ ഉള്ള ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളൊരു കാര്യം കമൻറ്റ് ചെയ്യുക, ഞാൻ ബെഡ് വാർസ് കളിക്കണോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞാൻ ബെഡ് വാർസ് കളിക്കണോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. മിസ് ക്ലിക്ക് നൈറ്റായ യൂ നൈസ്. ആ ഒരു വൈബ് കണ്ടോ. പിന്നെ നിങ്ങൾക്ക് എപ്പോഴും നല്ലത് നമുക്ക് ഗെയിം കളിക്കണമെങ്കിൽ നിങ്ങൾ ഡിഫിക്കൽട്ട് മോഡ് അങ്ങനത്തെ മോഡ്സ് മാറ്റി കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റും. ഈ ക്രീപ്പർ മാമന്മാരുടെയൊക്കെ ശല്യം മാറ്റാം. അതിനകത്ത് നിങ്ങൾക്കറിയാമായിരിക്കും പീസ്ഫുൾ മോഡിയിട്ട് കളിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ക്രിയേറ്റീവ് മോഡൊന്ന് കയറില്ലേ, നിങ്ങൾ ചീറ്റിങ് കാണിക്കുക. അപ്പോൾ ക്രിയേറ്റീവ് മോഡിലൊന്ന് കയറിക്കൂടാ. നമ്മൾ ക്രിയേറ്റീവ് മോഡിൽ കയറിക്കഴിഞ്ഞാൽ നമ്മളൊരു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഈ അയൺ ഫാം ഒക്കെ ഉണ്ടാക്കുമ്പോൾ അവൻ ഇല്ലാതെ പറ്റൂല. അയൺ ഫാം ഒക്കെ ഉണ്ടാക്കുമ്പോഴില്ലേ അവൻ ഇല്ലാതെ പറ്റൂല. ഈ വില്ലേജ് മണ്ടന്മാരെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ പൊട്ടം വേണം. നമ്മൾ കുറച്ച് അവൻ മെയിൻ ചെയ്തിട്ട് ഇനി അവളെ കൊണ്ടുവന്ന് വെക്കണം. ഇവിടെ ഒരു ക്രീപ്പർ മാമും പൊട്ടിയിട്ടുണ്ട്. ഒക്കെ നമുക്ക് മെയിൻ ചെയ്യേണ്ട. ഇവിടെ നിന്ന് മെയിൻ ചെയ്യും. പിന്നെ ഞാൻ ഒരു ഫണ്ടിന് പറഞ്ഞാണ് ഗൈസ്, അവിടെ ആ ഒരു ഡേർട്ട് കൊണ്ട് വയ്ക്കുന്ന സമയത്ത്. പിന്നെ ഞാൻ ഇതിനകത്ത് ലാഗ് കുറയ്ക്കാനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ക്രിയേറ്റീവ് മോഡ് ഒന്ന് പറയില്ല ഗൈസ്, ലാഗ് കുറയ്ക്കാൻ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. കാരണം എനിക്ക് നമ്മൾ അച്ചീവ്മെൻ്റ് വരത്തില്ലേ, അത് ഞാൻ ഓഫാക്കി ഇട്ടേക്ക്. അത് ഓഫാക്കി ഇട്ടേക്കുന്നതിൻ്റെ കാരണം തന്നെ ലാഗ് കുറയ്ക്കാനാണ് ഗൈസ്. കാരണം ഈ അച്ചീവ്മെൻ്റ് വരുന്ന സമയത്ത് നമുക്കുള്ള പ്രശ്നമെന്ന് പറയുന്നത്, ഈ അച്ചീവ്മെൻ്റ് വരുന്ന സമയത്ത് നമുക്ക് വരുന്ന പ്രശ്നം, ഈ ഒരു സ്ക്രീൻ നമ്മളിപ്പോൾ പ്ലെയിൻ സ്ക്രീനിൻ്റെ കൂടെ വേറൊരു സ്ക്രീൻ വരുമ്പോൾ എൻ്റെ ഡിവൈസ് പെട്ടെന്ന് തന്നെ മൈൻക്രാഫ്റ്റ് കളിക്കുമ്പോൾ തന്നെ അറിയാമായിരിക്കും, പെട്ടെന്ന് തന്നെ ഡിവൈസ് എല്ലാം ഹീറ്റാവും. അതിൻ്റെ കൂടെ ഇതൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ലാഗാണ്. ചില ഫോണിലൊന്നും ലാഗായിരിക്കത്തില്ല, ചില ഫോണിലൊക്കെ ഭയങ്കര ലാഗാണ്. ചില ഫോണിലൊക്കെ ഭയങ്കര ലാഗായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പം കണ്ടോ ഗൈസ്, ഞാൻ ഇതെടുത്ത എൻ്റെ ഒരു സാധനം കണ്ടായിരുന്നു. കാരണം നിങ്ങൾക്ക് അറിയാവുന്ന യൂട്യൂബേഴ്സിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക ഗൈസ്. ഞാൻ ഒഴിച്ച് ബാക്കി അറിയാവുന്ന യൂട്യൂബേഴ്സിൻ്റെ പേരും കമൻറ്റ് ചെയ്യുക. നമ്മുടെ ഈ ഗെയിമർ ബോയിനൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കും. അല്ലാതെ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആൾക്കാരുടെ പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക. സുധി, FTT അങ്ങനത്തെ ആൾക്കാരുടെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിയിലൊക്കെ കയറാൻ പറ്റും. അല്ലേ വേണ്ട 3 ബ്ലോക്കൊക്കെ. മൈൻക്രാഫ്റ്റ് കമ്മ്യൂണിറ്റിയിൽ കയറണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് വേണം. എന്നാലേ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇതിനകത്തൊക്കെ കയറാൻ പറ്റും. ഞാൻ എറിഞ്ഞളഞ്ഞേ ഇല്ല, കയറാൻ പറ്റും. ബാക്ക് നോയ്സ് അതൊന്ന് കാര്യമാക്കണ്ട. ഇനി വല്ല കയറേണ്ടി വരും. ഇങ്ങോട്ട് കയറിയിട്ട് ഇവിടെ കയറിയിട്ട് ഇതൊക്കെ ആരും പൈസ ചെയ്യണത്. നല്ല ലാഗായി.
ഫസ്റ്റ് എൻ്റെ ഫോൺ ഹീറ്റായി കഴിഞ്ഞാൽ ഒന്നാമത് ലാഗ്. അതിനിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഷെയ്ഡർ പോലും ഇടാത്ത. ഇമോട്ടിലൊക്കെ നോർമലായിട്ട് കീറിപ്പോകുന്നു. എന്തോ ചെയ്യാനാന്ന് പറ. എൻ്റെ ഫോണൊന്ന് തണുപ്പിച്ചിട്ട് വരാം ഗൈസ്. ഓക്കേ, അങ്ങനെ നമ്മൾ ആ കാര്യം ഞാൻ ഫോണ് തണുപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ജാവയിലുള്ളത് പോലെ വെക്കാം ഗൈസ്. അതേ നടക്കും. ഹലോ 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 ഓക്കെ. ഹലോ, വോയിസ് കിട്ടുന്നുണ്ടോ? വോയിസ് കിട്ടുന്നുണ്ടെന്നാണ് എൻ്റെ പ്രതീക്ഷ. നമ്മൾ വീട്ടിൽ വന്നിട്ടുണ്ട്. ലാഗായ ഓക്കെ. നമ്മൾ വീണ്ടും വന്നിട്ടുണ്ട് ചെയ്തുകൊണ്ട്. നമ്മൾ അയ്യോ ഓ, ഇവിടെ എപ്പോൾ വന്നാലും മഴ വീസ്. ഇപ്പം ഈ വേൾഡ് തുറന്നാലേ മഴയാണ്. എന്ത് പറ്റിയെന്നറിയില്ല. നമുക്കിങ്ങനെ തന്നെ വയ്ക്കാൻ വീസ്. അതേ പറ്റൂ. നടപടിയാവൂ. ഇതിലിപ്പോൾ ഒരു ഓപ്പൺ ആണോ എന്ന് ചോദിച്ചാൽ ഇങ്ങോട്ടൊന്ന് നോക്കാം. പിന്നെ ഈ വീഡിയോ ഇച്ചിരി ലെങ്തി ആയിരിക്കും, ക്ഷമിക്കണം. കാരണം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കണ്ടാൽ മതി ഗൈസ്. ഇങ്ങോട്ട് നോക്കുക. ഇതൊന്നും ഗൈസ് വരാത്ത. മൈൻക്രാഫ്റ്റ് ഈ ബാധ അറിയോ? ഞാനത് ഹൊറർ മൂടൊന്നും ആഡ് ചെയ്തിട്ടില്ലല്ലേ.
എൻ്റെ ഷെയ്ഡർ ഇട്ടതിൻ്റെ കൂട്ടത്തിൽ വന്നത് എന്ത്? ഷെയ്ഡറോട് ഇതിൻ്റെ കൂട്ടത്തിൽ വന്നതുണ്ട്. പക്ഷെ ഞാൻ കറണ്ട് ഷെയ്ഡർ ഇട്ടിട്ടില്ല. ഞാൻ ഷെയ്ഡർ ഇടാമെന്ന് പറഞ്ഞ് ഷെയ്ഡർ കാണിച്ചിട്ടുമില്ല. കാരണം എനിക്ക് ഷെയ്ഡർ കാണിക്കണ്ട. എൻ്റെ ബ്ലോക്ക് റൺ ഔട്ടായ. ഇനി ഞാൻ വുഡ് മൈൻ ചെയ്യാൻ പോകണമല്ലോ. ഓക്കെ, ഞാൻ വുഡ് മൈൻ ചെയ്യാൻ പോയിട്ട് വരാമേ. എവിടെ കിട്ടും ഈ വുഡ്? ഇത് കത്തിപ്പോയില്ലേ? ഓക്കെ, കുറേയൊക്കെ കത്തിപ്പോയി, കുറച്ചൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അതൊക്കെ നമുക്ക് മാറ്റാം. ഞാനെന്തോത്തിന് നിങ്ങൾ പോയില്ലേ? നീ പോയില്ലേ? നീ എന്തിനാ ഇവിടെ വന്ന? ഞാൻ ചെയ്യാൻ പോയിട്ട് കാണിച്ചേരെ. നീ വീണ്ടും വന്നാ? എനിക്ക് എൻ്റെ കയ്യിരിക്കുന്ന സാധനം കണ്ട എന്തോ വന്ന്. എനിക്ക് ആപ്പിൾ കിട്ടി. നാട്ടിലൊക്കെ ഇപ്പോൾ ആപ്പിളിന് എന്താ വില? ഇവിടെയൊക്കെ ആണെങ്കിൽ മരം വെട്ടാൻ പോകുമ്പോൾ ആപ്പിൾ കിട്ടും. ഇവനൊക്കെ പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നും അറിയത്തില്ല, എൻ്റെ സ്കിന്ന് വേറെയാണ്. അത് നമ്മൾ പുതിയ സ്കിൻ ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെർമനൻറ്റ് സ്കിന്നെന്ന് പറയുന്നത്. നമ്മളാണെങ്കിൽ ഇപ്പോൾ എൻ്റെ ലോഗോ ഒക്കെ നമ്മൾ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. ഡെത്തണ്ണൻ്റെ ലേസ് അത് നമ്മൾ നെഞ്ചത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പെർമനൻറ്റ് ലോഗോ വരുന്നത്. ഈ ലോഗോയിലാണ് എൻ്റെ പെർമനൻറ്റ് ലോഗോ വരുന്നത്. പെർമനൻറ്റ് ലോഗോ അല്ല, പെർമനൻറ്റ് സ്യൂട്ട് വരുന്നത്. പിന്നെ എൻ്റെ ഡോങ്കിനെ കൊണ്ടുപോയായിരുന്നു. പിന്നെ അത് പെട്ടെന്ന് ഇങ്ങ് എത്തിയ. ഇവൻ്റെ ചെസ്റ്റ് ഞാൻ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്കട്ടെ. എന്തിയേ മാറിക്കടേ. റൈഡ് സ്റ്റെയർ ഇരിപ്പുണ്ട്. കളഞ്ഞ്, അത് കുഴപ്പമില്ല. കിട്ടി സ്റ്റെയർ. പിന്നെ ഇച്ചിരി ഡേർട്ട് ബിൽഡിംഗ് ബ്ലോക്കായിട്ട് ഉണ്ട്. മുട്ട ഇരിപ്പുണ്ട്. ഓക്കെ, ഇത്രേ ഉള്ളൂ. പൊക്കോ, നിൻ്റെ ആവശ്യം കഴിഞ്ഞ്. ഇനി അപ്പുറത്ത് പോകണം. കുറച്ച് ലോഗ് ഞാൻ മൈൻ ചെയ്തിട്ടുള്ളൂ. എനിക്ക് മടിയായി ഈ ലോഗ് എല്ലാം കൂടെ മൈൻ ചെയ്തെടുക്കാനൊക്കെ ഉണ്ട്. കുറച്ച് ലോഗ് ആയതുകൊണ്ട് ഞാൻ മൈൻ ചെയ്തെടുത്തോളൂ. 36. ഇപ്പം ഗൈസ്, ഞാൻ ആക്റ്റീവാണോ ആക്റ്റീവ് അല്ലേ നിങ്ങൾ പറയണം ഗൈസ്. ഞാൻ സംസാരിക്കുന്ന, അതായത് ഞാൻ ഈ സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതാണോ നല്ലത്, അതോ സംസാരിക്കാതെ വീഡിയോ ചെയ്യുന്നതാണോ നല്ലത് നിങ്ങൾ പറയണം. പിന്നെ നിങ്ങൾ ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല, അതെനിക്ക് നന്നായിട്ട് സാഡ് ആക്കുന്നുണ്ട് തന്നെ. ഡു കമൻറ്റ് ബിലോ. എന്തേലും ഒക്കെ കമൻറ്റ് ചെയ്യും. ഞാനത് പറഞ്ഞത്, നിങ്ങൾ മൈൻക്രാഫ്റ്റ് കളിക്കുന്ന ആളാണോ എൻ്റെ വീഡിയോ കാണുന്നത്, അതോ കളിക്കാത്ത ആൾക്കാർ? ഇത്രയും ക്ലിക്കു മൈൻക്രാഫ്റ്റ് അതിൻ്റെ ഒരു സ്ട്രിപ്പും ചെയ്തു വെച്ച്. ഈ ലാഗിൻ്റെ പ്രശ്നം പറയാം. ടച്ചാണ് ടച്ച് പ്രശ്നമാണ്.
ഞാൻ ഏറിൽ നിന്നു ഇപ്പോൾ. ബഗ് റോക്ക് എഡിഷൻ. കണ്ടാ, ബഗ് റോക്ക് എഡിഷൻ. ഇത് കെമിക്സ് ആണോ? എനിക്ക് നന്നായിട്ട് സംശയം ഇരിക്കുന്നുണ്ട് ഇത് കെമിക്സ് ആണോ. എനിക്ക് കാര്യമായിട്ട് എക്സ്പ്ലോർ ചെയ്യേണ്ടി വരും. ഇത് കെമിക്സ് ആണോ നന്നായിട്ട് സംശയം ഇരിക്കുന്നത്. എപ്പോഴും മഴയായി ഈ വേൾഡിൽ. ഇതിൻ്റെ സീഡ് ഞാൻ തന്നിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നത്തെ എപ്പിസോഡ് പറഞ്ഞില്ലേ? തമ്മിലേൽ കാണും. പിന്നെ ഞാൻ കഴിഞ്ഞ വട്ടം അയ്യോ ഫ്ലിക്ക് ചെയ്തേക്ക് രാവിലെ എന്തി ഇതിൻ്റെ അടുത്ത് നിൽക്കേണ്ട, ഭയങ്കര നോയ്സാണ്. പിന്നെ ഞാൻ എൻ്റെ മൈൻഷാഫ്റ്റിൽ നിന്ന് കിട്ടിയ മറ്റേ ബെറീസ് കൊണ്ടുവന്ന് ഇവിടെ നട്ടു വെച്ചായിരുന്നു. ഇവിടെ മറ്റേ പോർട്ടലിൻ്റെ അടുത്ത്. നമുക്ക് കോബിൾ സ്റ്റോണിൻ്റെ കാര്യത്തിലൊരു പ്രശ്നമില്ല. കാരണം നമുക്ക് കോബിൾ സ്റ്റോൺ ജനറേറ്റർ നമുക്കുണ്ടായതുകൊണ്ട് അതിൻ്റെ കാര്യത്തിൽ നമുക്ക് ബുദ്ധിമുട്ടൊന്നും വരണ്ട. എന്തോ ലാഗ് പ്രേതം. ഈ കണക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ ചാനൽ നിർത്തേണ്ടി വരും. ഓക്കെ മിസ് ക്ലിക്ക്. പോന്ന് നോക്കൂല കുതിര, ഒരു അനുസരണയില്ല. ഇങ്ങനെ നിങ്ങൾ ഈ കാണുന്ന അതായത് നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ ചാനൽ? നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോന്ന്? നീ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ? പെട്ടെന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്തോണം, അല്ലെങ്കിൽ ഉണ്ടല്ലേ. അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ ഓർഡറിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനാണെങ്കിൽ ഒരു ചൂലെടുത്ത് നിങ്ങളുടെ വീട്ടിൽ ഡെലിവർ ചെയ്ത് അവിടെ വന്ന് അടിക്കും. ചൂലും കൊണ്ട് മര്യാദക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്തോണം കേട്ടല്ലേ. ഭയം വെറുക്കിട്, കമൻറ്റും ചെയ്തോണം. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക സുധി ഓർ FTT. കുറേ കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ പ്ലെയറിൻ്റെ പേര്, പിന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഗെയിം, പിന്നെ നിങ്ങൾക്കിഷ്ടപ്പെട്ട ബെഡ് വാർസ്. നിങ്ങൾക്ക് ബെഡ് വാർസ് ആണോ ഇഷ്ടം, അതോ PvP ആണോ ഇഷ്ടം, നിങ്ങൾ ബിൽഡിംഗ് ആണോ ഇഷ്ടം, എല്ലാം കമൻറ്റ് ചെയ്യണം. പിന്നെ ഞാൻ ബെഡ് വാർസ് കളിക്കണമെന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ എനിക്കൊരു സർവർ കളിക്കണമെന്നുണ്ട്. നിങ്ങൾ പറ സർവർ കളിക്കണമോ വേണ്ടയോന്ന്. ഈ സർവർ കളിക്കണമെന്നുണ്ട്, നിങ്ങൾ പറ. ഞാൻ സർവർ കളിക്കണമെങ്കിൽ നമുക്ക് സർവർ കളിക്കാം. നമ്മുടെ സ്വന്തം മോട്ടോ ഗെയിമർ പുതിയ സർവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിസ്കൗണ്ടിൽ കയറണം. സർവർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ മോട്ടോ എന്താണ് ഗെയിമർ പേര് ഞാൻ മറന്നുപോയി. പുതിയ സർവർ തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിനകത്തുനിന്ന് കയറണം. ഞാൻ ഇതുവരെ സർവേഴ്സിലൊന്നും കയറി അങ്ങനെ പരിചയമില്ല എനിക്ക്. ബട്ട് ഒരു യൂട്യൂബ് ഗെയിമറിൻ്റെ സർവറിൽ, ഒരു നോർമൽ പ്ലെയറിൻ്റെ സർവറിൽ കയറുന്നതിനെക്കാട്ടും നല്ലതല്ലേ ഒരു യൂട്യൂബ് പ്ലെയറിൻ്റെ സർവറിൽ കയറുന്നത്. ഒരു യൂട്യൂബറിൻ്റെ സർവറിൽ കയറുന്നത്. അതുകൊണ്ട് അതായത് നോർമൽ പ്ലെയറിൻ്റെ സർവർ കൊള്ളത്തില്ലെന്നൊന്നുമല്ല. അല്ലാതെ ഇപ്പം നിങ്ങൾ വെച്ചത് കണ്ട, ഇതാണ് ഇതിൻ്റെ കുഴപ്പം. എന്തിയേ ഒന്നുകൂടെ ഞാൻ തണുപ്പിച്ചിട്ട് വരാം. എന്താ വരുന്നു ഈ മൈൻക്രാഫ്റ്റിൻ്റെയൊക്കെ ഒരു കാര്യമേ. ബഗ് റോക്ക് എഡിഷൻ.
one eternity later. Yes, one eternity later. ആ ഓക്കെ. ഇതെല്ലാം മൈൻഡ് ചെയ്തെടുക്കണേ. എന്നെ കൊണ്ടൊന്നും പോയി ആ മൂലയ്ക്ക് പൊട്ടണ കണ്ട. ബഗ് റോക്ക് എഡിഷൻ. എനിക്ക് പെട്ടെന്ന് പോകാനും കുറച്ച് ജാവയാണ്. എനിക്ക് ജാവയാണ്. ബഗ് റോക്ക് എഡിഷൻ്റെ കാര്യം ഇതുങ്ങാണ്. ഞാൻ വൈബ്രൻ്റ് വിഷനിൽ ഇന്ന് കളിക്കാൻ നോക്കിയ വൈബ്രൻ്റ് വിഷനിൽ ഇതുങ്ങാണ്. ഞാൻ ഇപ്പോൾ വൈബ്രൻ്റ് വിഷയിൽ ഇട്ടിരുന്നെങ്കിൽ നിങ്ങൾ പറയൈസ് എന്താ പറ്റുമെന്ന്. ഓക്കെ 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 ഓക്കെ. പ്രശ്നമൊന്നുമില്ലെന്ന് വിചാരിക്കുന്നു. ആക്സ് എടുക്കട്ടെ. പ്രശ്നമൊന്നും വരത്തില്ലെന്ന് വിചാരിക്കുന്നു. ആക്സ് കമോൺ. ആക്സ് വാ. ഞാൻ ഇതെല്ലാം പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. എന്തുവാടി യെസ്, ഞാൻ ഈ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അധികം സംസാരിക്കപ്പെടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സംസ്കാരിക്കാൻ ഞാൻ ബിൽഡ് ചെയ്യുന്ന സമയത്ത് അത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പം നിങ്ങൾ എൻ്റെ ഹോയിൽ ഡാമേജ് ഉണ്ട് ഞാൻ പറയാൻ മറന്നേ. ഹോയിൽ ഡാമേജ് ഉണ്ട്. ഈ ഹോ ഞാൻ കൊണ്ടുപോയത് നന്നായി. അല്ലായിരുന്നെങ്കിൽ ഞാൻ തിരിച്ചു വരേണ്ടി വന്നേനെ. ആ ലീവ്സ് മൊത്തം ഞാൻ ഈ ഹോയും കൊണ്ട് മാറ്റി. ഇതൊരു വലിയ മരം വെട്ടുമ്പോഴില്ലേ നമുക്ക് അത് ഫുൾ ലോകം വെട്ടിയില്ലെങ്കിൽ അത് ഡിസ്പോണായി പോകത്തില്ല. ആ ഇല അവിടെ തന്നെ എണീക്കും. അതുകൊണ്ട് ഇതും കൊണ്ടാണ് ഞാൻ പോയത്. ഇനി കുറച്ച് പണിയും കൂടി ഇതിന് വരാനിരിപ്പുണ്ട്. അപ്പോൾ ലിറ്ററലി ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഒരെണ്ണം കൂടെ വെക്കേണ്ടല്ലോ. എവിടെ ആയിരുന്നു? ഒരു ലോകം കൂടെ വേണം ഗൈസ്. ഒരു ലോകം. അതിപ്പോൾ സെറ്റാവും.
ഇപ്പോൾ ഒന്നും കണ്ടില്ല. നമ്മൾ ഒരു വില്ലേജർമാരെയും ഒന്നും ചെയ്യാൻ പാടില്ല. നിൽക്കേ, അത് വേണ്ട. നിങ്ങൾ ഒരു വില്ലേജർമാരെയും ഒന്നും ചെയ്യാൻ പാടില്ല. കണ്ടാൽ നിങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ ആ വീട് കാണുന്നില്ല. ഓക്കെ, ഒരു വില്ലേജർമാരെ ഒന്നും ചെയ്യാൻ പാടില്ല. നമ്മൾ നല്ലതുപോലെ കഷ്ടപ്പെട്ട് വേണം ലോക്സൊക്കെ മൈൻ ചെയ്യാൻ. ഉറങ്ങാൻ സമയമായി. ഒക്കാൻ സമയമായില്ലേ? എനിക്കിപ്പോൾ ബിൽഡ് ചെയ്ത് തീരുന്നവരെ ഇവിടെ വെച്ചേക്കാം. ഞാൻ ഇനി എല്ലാം സ്പീഡിലായിരിക്കും കാണാൻ പോകുന്നത്. നിങ്ങൾ 3, 2, 1 ഗോ. ഡോക്ക് ഞാൻ വീഡിയോ ഇട്ടിട്ടില്ല. ഡോക്ക് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട, വീഡിയോ നോക്കണ്ട. ഞാൻ ഡോക്കിൻ്റെ വീഡിയോ ഇട്ടിട്ടില്ല. എനിക്ക് പറ്റിയില്ല വീഡിയോ ഇടാൻ. പിന്നെ ഞാൻ ഡബിളത്തെ സ്റ്റാക്ക് ഇതിനകത്തിപ്പോൾ 1 സ്റ്റാക്ക് ബോൺ ഇരിപ്പുണ്ട്. ഒരു ഡെസേർട്ട് കണ്ടുപിടിക്കണം. ഉടനെ വളർന്നാ
ഞാൻ പറഞ്ഞു വെക്കേണ്ട, നിങ്ങൾ ചെക്കൗട്ട് ചെയ്യുക. ചിലപ്പോൾ ഭയങ്കര ഫ്രീ ആയിരുന്നു, നോക്കുക, കളിക്കുക. ഇൻസ്പിറേഷൻ വേണമെങ്കിൽ അരുൺ റൈസിൻ്റെ ATJ ഗെയിമിങ്ങിൻ്റെ വീഡിയോ പോവാം. കുഴി 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 ആ ഒരു പാട്ടുണ്ട് അങ്ങനത്തെ. ആ പാട്ട് കേൾക്കാൻ ഇൻസ്പിറേഷൻ അടിക്കുക, വീണ്ടും നിൽക്കും. ഇത്രയേ ഉള്ളൂ. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോ ഒക്കെ കാണുന്നവരേക്കും ബായ്. നിങ്ങൾ പോയില്ലേ? എനിക്ക് ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇവിടെ മൊത്തം സീഡും വെച്ച് ഇനി 15 സീഡും കൂടെ ബാക്കി ഇരിപ്പുണ്ട്. ഇതെല്ലാം നമ്മൾ മുകളിൽ നിന്ന് ആ സ്ഥാനത്ത് നിന്ന് പറിച്ചുകൊണ്ട് തന്നെയാണ്. അത് ഈ വീഡിയോ കാണത്തില്ല. അത് നേരത്തെ ഒരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ നോക്കണം. ആ വീഡിയോ നമ്മൾ പറിച്ചുകൊണ്ട് വരുന്നുണ്ട്. അതിനകത്തേ ഉള്ളൂ. പിന്നെ നീ പിന്നെയും പോയില്ലേ? ഇനി നമുക്ക് എങ്ങനെ ഫ്രീ ആയിട്ട് ബെഡ് വേണമെന്നാണ്. ഫസ്റ്റ് നീ ഇങ്ങനെ ഒരു സോഡ ഇങ്ങനെ എടുത്തിട്ട്